നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ് കുടൽ ക്യാൻസർ. വൻകുടലിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് വരുന്ന ക്യാൻസറോ മലാശയത്തിൽ വരുന്ന ക്യാൻസറോ പലപ്പോഴും തുടക്കത്തിലെ തിരിച്ചറിയാറില്ല. മലത്തിലൂടെ രക്തം പോകുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇത് പൈൽസ് രോഗമാണെന്ന് കരുതി വർഷങ്ങൾ പോലും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട്. പലപ്പോഴും കുടൽ ക്യാൻസർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഗുരുതരമായി മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് വരാം. കുടൽ ക്യാൻസറിന്റെ ലക്ഷണം പലപ്പോഴും ഈ മലത്തിലൂടെ രക്തം പോകുന്നത് മാത്രമല്ല, അടിവേറ് വേദന, വിശപ്പില്ലായ്മ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഓർക്കാനം, നിങ്ങൾക്ക് പലപ്പോഴും വയറിനൊരു ടെൻഡർനെസ്, ഇത്തരം ലക്ഷണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കണ്ടുവന്നു വരാം. എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ മലദ്വാരം വഴിക്ക് നോക്കുന്ന ഈ കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റ് അല്ലാതെ സിമ്പിൾ ആയിട്ട് രക്തപരിശോധനയിലും നമുക്ക് ഈ കുടൽ ക്യാൻസറിന്റെ ലക്ഷണം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് രക്തപരിശോധനയിൽ CEA എന്ന ടെസ്റ്റ്, അതായത് കാർസിനോ എംബ്രിയോജനിക് ആന്റിജൻ എന്ന് വിളിക്കുന്ന ഈ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടൽ ക്യാൻസർ ഉണ്ടോ എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. CEA ടെസ്റ്റ് നിങ്ങൾക്ക് ഒരു പരിധിക്ക് മുകളിൽ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഈ ടെസ്റ്റ് വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾക്ക് ഒരു ചെറിയ ഇടവേളയിൽ ഇത് വീണ്ടും കൂടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഡോക്ടർ നോക്കുന്ന കൊളോണോസ്കോപ്പി ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ കുടൽ ക്യാൻസറിന്റെ സാധ്യത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർക്ക് പോലും ഇന്ന് കുടൽ ക്യാൻസർ കണ്ടുവരുന്നുണ്ട്.